അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നത്. നേരത്തെ നമ്മുടെ വിഷയം ആലാമികൾ, അതായത് ആലാമിക്കളി എന്നൊരു ആയോധന കല നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ചില വിവരണങ്ങളാണ്. അത് അന്യം നിന്ന കലയാണ്. അതായത് ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരാചാരം എന്ന് തന്നെ പറയാം. കാസർഗോഡ് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ, കർണാടകയിലെ മംഗലാപുരം പോലുള്ള പ്രദേശങ്ങളിലും കണ്ടിരുന്നൊരു നാടോടി കലാരൂപമാണ് ആലാമിക്കളി. ഹിന്ദു മുസ്ലിം മതസൗഹാർദ്ദത്തിൻ്റെ സ്നേഹപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഉദാത്തമായ ഒരു കലാരൂപമായിരുന്നു ഇത്. മുസ്ലിം ചരിത്രത്തിലെ ധന്യമായ ഒരു അധ്യായമാണ് കർബല യുദ്ധം. അനീതിക്കെതിരെ നടന്ന ആ യുദ്ധത്തിൻ്റെ അനുസ്മരണാർത്ഥമാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിം മതസ്ഥർ മുഹറം ആഘോഷിക്കുന്നത്. ആ പുണ്യസ്മരണ തന്നെയാണ് ആലാമികളുടെയും പുനരുജ്ജീവിച്ചത്. ആലാമി വേഷം ധരിച്ച് ചടങ്ങിനെ വർണ്ണമാക്കുന്നത് ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ ചടങ്ങുകളിലെല്ലാം കാർമ്മികത്വം വഹിക്കുന്നത് മുസ്ലിം മതത്തിലെ പ്രമാണിമാരും ആയിരിക്കും. ഇനി ആലാമിക്കളിയും കർബല യുദ്ധവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഏകാധിപതിയായ യസീദിന്റെ ദുർഭരണത്തിനെതിരെ ധർമ്മയുദ്ധം നടക്കുകയുണ്ടായി. യുദ്ധത്തിന് ശത്രു സൈന്യങ്ങൾ കരിവേഷമണിഞ്ഞ് ഹുസൈൻ റളിയല്ലാഹുവിനെയും കുട്ടികളെയും മറ്റും ഭയപ്പെടുത്തുന്നു. ഇതിന്റെ ഓർമ്മ നിലനിർത്തുന്നതാണ് ആലാമി വേഷങ്ങൾ. അതികഠിനമായ യുദ്ധത്തിനിടയിൽ തളർന്നുപോയ ഹുസൈൻ റളിയല്ലാഹുവിനുടെ ആൾക്കാർ ദാഹജലത്തിനായി ഉടറി നടന്നപ്പോൾ യസീദിന്റെ സൈന്യം കിണറിന് ചുറ്റും അഗ്നികുണ്ഡങ്ങൾ നിരത്തി അവർക്ക് ദാഹജലം നിഷേധിക്കുന്നു. യുദ്ധരംഗത്തെ ഈ സംഭവവികാസങ്ങളാണ് ആലാമിക്കളിയിൽ അനുസ്മരിക്കുന്നത്. ആലാമികളുടെ സമാപന ചടങ്ങുകൾ പ്രധാനപ്പെട്ട ഒന്നാണ് അഗ്നികുണ്ഡമൊരുക്കലും തീക്കനലിൽ കിടന്നുരുളുമൊക്കെ. അന്ന് യുദ്ധരംഗത്ത് മൃതിയടഞ്ഞ സേനാനികളെ ബഹുമാനിക്കാൻ കൂടിയാണിത് ചെയ്യുന്നത്. യുദ്ധത്തിനൊടുവിൽ ഹുസൈൻ റളിയല്ലാഹുവിന് ക്രൂരമായി വിധിക്കപ്പെട്ടു. ഭാഗങ്ങൾ ഛേദിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കാൻ ശ്രമിച്ച യസീദിന്റെ ആൾക്കാർ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൈകൾ മണ്ണിൽ മൂടാനാവാതെ വലയുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ കരങ്ങൾ മണ്ണിൽ താഴാതെ നിന്നപ്പോൾ ശത്രുക്കൾ പകുതി മാത്രം അടക്കം ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു. ആലാമികളുടെ പ്രധാന ഇനങ്ങളിൽ ഒന്നായ വെള്ളിക്കരം ഇതിന്റെ അനുസ്മരണമാണ്. ഇതിന്റെ ചരിത്രം പറയുന്നത്, കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിനടുത്ത് ആലാമിപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്. പ്രധാനമായും നമുക്കൊക്കെ അറിയാവുന്നതാണ് ആലാമിപ്പള്ളി സ്റ്റോപ്പ്. സാധാരണ എല്ലാവർക്കും ബസ്സിന് പോകുന്ന ആൾക്കാർക്ക് അറിയാം പള്ളി സ്റ്റോപ്പ് എന്ന്. പക്ഷേ അവിടെ ഇന്ന് ആലാമിപ്പള്ളിയുടെ ഒരു അടയാളങ്ങളും അവിടെ ബാക്കിയിരിപ്പില്ല. പ്രധാനമായും ആലാമിക്കളി ഇറങ്ങിയിരുന്നത് അവിടെയായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ തന്നെ ആലാമിപ്പള്ളി കൂടാതെ ചിത്താരി, കോട്ടിക്കുളം, കാസർഗോഡ് എന്നിങ്ങനെ മുസ്ലിങ്ങൾ അധികമായി താമസിച്ചു വരുന്ന വിവിധ സ്ഥലങ്ങളിൽ ആലാമിക്കളി ഇറങ്ങിയിട്ടുണ്ട്. ആലാമിപ്പള്ളിയാണ് ആലാമിക്കളിയുടെ പ്രധാന കേന്ദ്രം. ആലാമിക്കളിക്ക് ഇവിടെ ആരാധനയ്ക്കായി പള്ളിയൊന്നുമില്ല. പകരം അഗ്നികുണ്ഡത്തിന്റെ ആകൃതിയിൽ ഒരു കൽത്തറ മാത്രമാണ് ഉള്ളത്. ഹിന്ദുസ്ഥാനി ഭാഷ സംസാരിക്കുന്ന ഹനഫി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് ആലാമി ചടങ്ങുകളിലേക്ക് നേതൃത്വം വഹിച്ചതും അത് സംഘടിപ്പിച്ചു വന്നതും. തുർക്കന്മാരെന്നും സാവിമാരെന്നും ഇവരെ അറിയപ്പെടുന്നു. ആലാമിപ്പള്ളിയിലും പരിസരങ്ങളിലുമായി ഇന്നും അവർ ജീവിച്ചു പോരുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തായിരുന്നു തുർക്കന്മാരുടെ വരവ്. ഇവർ പുതിയോട്ട, അത് നമ്മുടെ പുതിയോട്ട, കാഞ്ഞങ്ങാടിന്റെ മറ്റു ഭാഗങ്ങളിലും പരിസര പ്രദേശങ്ങളിലും കോട്ടയ്ക്കകത്തും അന്ന് താമസം ഉറപ്പിച്ച തുർക്കന്മാരുടെ ആയോധന കല വളരെ പ്രസിദ്ധമായതിനാണ് ആദരസൂചകമായിട്ടാണ് ഇവരെ സായിബുമാരെന്ന് വിളിച്ചു വരുന്നത്. ടിപ്പുവിൽ നിന്നും കോട്ട കമ്പനിപ്പട്ടാളം ബ്രിട്ടീഷ് പട്ടാളം കൈവശപ്പെടുത്തിയപ്പോൾ പരിസര പ്രദേശത്ത് താമസിപ്പിച്ച തുർക്കന്മാർക്ക് ആ സ്ഥലങ്ങളൊക്കെ ദർഗാസായി സാധിച്ചു കിട്ടി. പിന്നീട് ഉപജീവനത്തിന് വഴിയില്ലാതെ വളരെയേറെ കഷ്ടപ്പെടേണ്ടി വന്ന തുർക്കന്മാരിൽ പലരും തിരിച്ചു പോവുകയും മറ്റു പണികളിൽ ഏർപ്പെടുകയോ ചെയ്തു. ഇതിലൊരു കുടുംബം അന്ന് നാടുവാഴി ഭൂപ്രഭുക്കളായിരുന്ന എച്ചിക്കാനക്കാരുടെ, അതായത് എച്ചിക്കാനം ജന്മികളുടെ കാട്ടുകാൽക്കാരായി ഫക്കീർ സാഹിബിന്റെ ആ കുടുംബ പരമ്പരയിലെ പ്രതാപശാലിയായിരുന്ന റസൂൽ സാഹിബാണ് ആലാമിക്കളി അവസാനമായി സംഘടിപ്പിച്ചത്. ഇതിന്റെ ചടങ്ങും വിശ്വാസങ്ങളും, അത് മുഹറം 1 ഫക്കീർ സാഹിബിന്റെ വീട്ടിൽ നിന്നും കൈരൂപം പ്രത്യേക പ്രാർത്ഥനയോടെ പുതിയോട്ടയിലുള്ള സങ്കല്പ സ്ഥാനത്ത് എത്തിക്കുന്നതോടെയാണ് ചടങ്ങുകൾ തുടങ്ങുന്നത്. രോഗശമനത്തിനും സാക്ഷാത്കാരത്തിനും നേർന്നവരാണ് സ്ത്രീ പുരുഷ
ഭേദമന്യേ ആലാമത്തറയിലെത്തുന്നത്. അതായത് അന്ന് ഈ വസൂരി പോലുള്ള മാരക രോഗങ്ങൾക്ക് ഒരു അറുതി വേണം എന്നുള്ള അർത്ഥത്തിൽ ഒരു നേർച്ച ചടങ്ങായിക്കൊണ്ടാണ് ഇത് ആ കാലത്ത് നടത്തി വരുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആലാമപ്പള്ളിയിലെ കൈരൂപം ദർശിച്ച് അവരെ 1.5 പണം വീതം കാണിക്ക വെച്ചിരുന്നു. തീർത്ഥമായി ഫക്കീറിൽ നിന്നും നാടയാണ് വാങ്ങിയിരുന്നത്. ആലാമികളിൽ കഴുത്തിലോ കൈകളിലോ അണിയുന്ന ചരടാണ് നാട. നാട വാങ്ങുന്നതോടുകൂടിയാണ് ആലാമികൾ രൂപം കൊള്ളുന്നത്. മുഹറം 10-നാണ് ചടങ്ങ് അവസാനിപ്പിക്കുന്നത്. 10-ാം നിലാവെന്നാണ് ആ ദിവസം അറിയപ്പെടുന്നത്. ആലാമികളും വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകളും അന്നേ ദിവസം ആലാമത്തറയിലെത്തുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ അഗ്നികുണ്ഡം അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കും. മുമ്പത്തെ വർഷത്തെ അഗ്നികുണ്ഡത്തിന്റെ ചാരം ഒരിക്കലും അവിടെ നിന്ന് നീക്കം ചെയ്യാറില്ല. അഗ്നികുണ്ഡത്തിൽ നിന്നും തീക്കനൽ വാരിയെടുത്ത് ഒരു ചെപ്പിനകത്താക്കി ആചാരത്തിൽ നിക്ഷേപിക്കും. അടുത്ത വർഷം അഗ്നികുണ്ഡമൊരുക്കാനുള്ള തീ ഈ ചെപ്പിനുള്ളിൽ നിന്നുമാണ് എടുക്കാറുള്ളത്. ഫക്കീർ കുടുംബത്തിലെ അവകാശി അഗ്നികുണ്ഡത്തിൽ നിന്നും കൈനിറിയെ കനലുകൾ വാരി ഉയർത്തിപ്പിടിച്ച് ഏറെ നേരം ദുആയിരക്കും. ശേഷം കനകുകൾ കട്ടകൾ അവിടെ തന്നെ നിക്ഷേപിക്കുന്നു. ആലാമികളും സഹായികളും കൂടി ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം കനൽക്കട്ടകൾ അവിടെ തന്നെ നിക്ഷേപിക്കുന്നു. ആലാമികളും സഹായികളും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിക്ഷേപിച്ച കനൽക്കട്ടകളെ അഗ്നികുണ്ഡത്തിലെ കനൽക്കട്ടകളുമായി ചേർത്ത് ഏറെ നേരം ഇളക്കുന്നു. തുടർന്ന് അതിൽ നിന്നും കനലെടുത്ത് വാരി വിതറി അതിൽ കിടന്നുരുണ്ട് പ്രദക്ഷിണം വെക്കുന്നു. വ്രതമെടുത്ത സ്ത്രീകൾ തലയിൽ നിറകുടവും ധരിച്ച് അഗ്നികുണ്ഡത്തിനരികെ ഇരിക്കുന്നുണ്ടാവും. ഫക്കീർ ഇവരുടെ തലയിൽ തീ കോരിയിടും. പിന്നീട് മയിൽപ്പീലി കൊണ്ട് തീക്കട്ടകൾ ഒഴിഞ്ഞുമാറ്റും. ചടങ്ങുമായി ബന്ധപ്പെട്ട ആർക്കും തന്നെ പൊള്ളലേറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. നേരം പുലരും വരെ ചടങ്ങുകൾ നീണ്ടു നിൽക്കും. പുലർച്ചയ്ക്ക് ശേഷം ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുകയായി. ഇതിന്റെ ഭാഗമായി വെള്ളിക്കരങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് അടുത്തുള്ള അരയപ്പുഴയിൽ പോയി കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നു. അവിടെ നിന്നും വെള്ളിക്കരം ഫക്കീർപുരയിൽ കൊണ്ടുവന്ന ശേഷം എല്ലാവരും പിരിയുന്നു. ഇനി ഇതിന്റെ വേഷവിധാനം, പിന്നെ നാടോടിപ്പാട്ടും. ഇതിലൊരു പാട്ടുണ്ട്, അതായത് ലൈസോലായ്മോ എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടതാണത്. ആലാമി വേഷം കെട്ടുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രമാണ്. ദേഹം മുഴുവൻ കരിയും അതിൽ വെളുത്ത പുള്ളികളുമാണ് ആലാമികൾ വേഷം. കഴുത്തിൽ പഴങ്ങളും ഇലകളും കൊണ്ടുള്ള മാലയും ഉണ്ടാകും. മുണ്ടനാര് കൊണ്ട് താടിമീശയും വെച്ചിട്ടുണ്ടാകും. കൂടാതെ മുട്ടുമറയാത്ത വഴക്കുമുണ്ടും തലയിൽ കൂരമ്പിന് പാളത്തൊപ്പിയും അതിൽ ചുവന്ന തെച്ചിപ്പൂവും വെച്ചിട്ടുണ്ടാകും. നാട്ടിൻപുറങ്ങളിലേക്ക് ആലാമികൾ കൂട്ടം ചേർന്നാണ് പോവുക. കോലടിച്ച് മണികുലുക്കി ആഘോഷമായാണ് യാത്ര. തോളിലൊരു മാറാപ്പും കയ്യിലൊരു മുരുടിയും ഉണ്ടായിരിക്കും. ആലാമികൾ ചെരുപ്പ് ധരിക്കാറില്ല. 5-ലധികമോ ഉള്ള സംഘമായിട്ടാണ് ആലാമികൾ സഞ്ചരിക്കുന്നത്. ഓരോ വീട്ടിലും ആലാമികൾ ഭിക്ഷയ്ക്കെത്തുന്നു. തോളിലെ മാറാപ്പ് ഇറക്കി വെച്ച് മുറ്റത്തെ താളനിബദ്ധമല്ലാത്ത ഇവർ നൃത്തം ചവിട്ടുന്നു. ഇവർ പാടുന്ന നാടൻ പാട്ടുകൾക്ക് പ്രത്യേക ശീലുകളും രീതികളുമുണ്ട്. ലസ്സോ ലൈമോ എന്നായിരിക്കും ഈ എല്ലാ പാട്ടിന്റെയും തുടക്കവും ഒടുക്കവും. പാട്ടിന് പുറമെ വായിൽ തോന്നുന്നതൊക്കെയും പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കുന്നു. പരസ്പരമുള്ള സംഭാഷണങ്ങൾ പോലും ഇങ്ങനെ പാട്ടുരൂപത്തിലാവും. വീട്ടുമുറ്റത്ത് ഭിക്ഷക്ക് വരുന്ന ആലാമി ദേവറുകളെ ആരും തന്നെ വെറും കൈയോടെ അയക്കാറില്ല. നിറഞ്ഞ മനസ്സോടെ തന്നെ ആലാമികൾക്ക് അവർ ഭിക്ഷ നൽകുന്നു. കൊടുക്കുന്നത് എന്തു തന്നെയായാലും ആലാമികൾ അത് വാങ്ങിക്കുന്നു. ഊരു ചുറ്റുന്ന ആലാമികൾക്ക് നാളികേരം ഇടാം, ചക്ക പറിക്കാം. ആലാമികൾ തൊട്ട കായ്ഫലങ്ങൾ വരും വർഷങ്ങൾ ഇരട്ടി വിളവ് തരുമെന്ന് വിശ്വസിച്ചു പോകുന്ന പോക്കിൽ ചെമ്പകമരങ്ങളും പാലമരക്കൊമ്പുകളും ആലാമികൾ കൊത്തിമുറിച്ചിടും. വരുന്ന വഴി ഈ മരക്കൊമ്പുകൾ തലയിലേറ്റിയാണ് ആലാമിപ്പള്ളിയിൽ എത്തുക. ഈ പച്ച വിറകുകൾ ഉപയോഗിച്ചാണ് 10-ാം ദിവസത്തേക്കുള്ള അഗ്നികുണ്ഡം ഒരുക്കുന്നത്. കത്തുവാൻ പ്രയാസമുള്ള പച്ച വിറകുകൾ ആളിപ്പടർന്ന് കത്തുന്ന ആലാമികളുടെ ശക്തിവിശേഷമായി കാണികൾ വിശ്വസിച്ചു പോന്നിരുന്നു. ഇനി ഈ വെള്ളിക്കരത്തെ പറ്റി പറഞ്ഞു. ഞാൻ ആദ്യം പ്രതിപാദിച്ചിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ കരത്തെ അനുസ്മരിക്കുന്ന വെള്ളിക്കരത്തിന് ഹിന്ദുക്കളിടയിൽ മറ്റൊരു വിശ്വാസം നിലവിലുണ്ട്. അതായത് അവർ വിശ്വസിക്കുന്നത് ഒരിക്കൽ കടൽ വരെ പ്രക്ഷുബ്ധമായി കാണപ്പെട്ട കാറ്റും കോളും വെള്ളി ഇടിയുള്ള ആ മൂവന്തി നേരത്ത് നാട്ടുകാരെല്ലാം കടപ്പുറത്ത് സന്നിഹിതരായി. അപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമുദ്രാഘാതത്തിൽ നിന്നും മഹാവിഷ്ണുവിന്റെ രൂപം പൊങ്ങി വന്നു എത്രേ. അവസാനമായി അവിടേക്കെത്തിയ സായുമാർക്ക് സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകുന്ന മഹാവിഷ്ണുവിന്റെ കരം മാത്രമാണ് കാണാൻ സാധിച്ചിരുന്നത്. ഉടനെ അവർ നീന്തിച്ചെന്ന് ആ കരപ്പത്തിയിൽ പിടിച്ചു. വെള്ളിയിൽ തീർത്ത അതിവിശിഷ്ടമായ കരം അങ്ങനെ അവർക്ക് കിട്ടി.
ഈ വെള്ളിയിൽ തീർത്ത അതിവിശിഷ്ടമായ കരം അങ്ങനെ അവർക്ക് കിട്ടി. ഈ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ വെള്ളിക്കരത്തിന്റെ അവകാശികളായി തീരുന്നത്. പൂജ നടത്തുന്ന കർമ്മികളായി തീരുന്നതും മുസ്ലിങ്ങൾ അലാമി വേഷം കെട്ടാറില്ല, മറിച്ച് അതിന്റെ കാർമ്മികത്വത്തിലാണ് അവരുടെ പങ്കാളിത്തം. ഇനി ഇന്നത്തെ ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേവലം ഉത്സവം എന്ന നിലയിൽ വിട്ട് മതമൈത്രിയുടെ സമ്മേളനമായിരുന്നു ആലാമിക്കളി. മതപരമായ ഒട്ടനവധി ആചാരങ്ങൾ കാലാന്തരത്തിന് ഈ ആചാരവുമായി കൂട്ടിച്ചേർക്കപ്പെട്ടു. വിഗ്രഹാരാധന, അഗ്നി പ്രദക്ഷിണം, എഴുന്നള്ളിപ്പ് തുടങ്ങിയവ അതിന്റെ ഭാഗമായി മാറി. തുടർന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്നും അതിന് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇതിന്റെ അനുഷ്ഠാനങ്ങൾ തീർത്തും അനിസ്ലാമികമാണെന്നും അന്നദാനം, മൗലീദ് എന്നിവ മാത്രമേ അനുവദീയമുള്ളൂ എന്നും മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ ഇറക്കി. തുടർന്ന് ആഘോഷ നടപ്പിൽ നിന്നും ഫക്കീർ കുടുംബം പിൻവാങ്ങി. പത്രപരസ്യത്തിലൂടെ അവരത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ 1960 മുതലാണ് ഈ ആചാരത്തിന് എന്നേക്കുമായി തിരശ്ശീല വീണത്. ഇന്ന് ചില ക്ലബ്ബുകളും മറ്റും ആലാമിക്കളെ പറ്റി പേരിൽ ആലാമി വേഷധാരികൾ ഉപയോഗിച്ച് നാടോടി ഗാനങ്ങളും മറ്റും നടത്തി വരുന്നുണ്ട്. ഇതിന്റെ ഒരു ആദ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തീവ്രത കുറഞ്ഞു വന്ന് പിന്നീട് അതൊരു പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെ മാത്രം ശൈലിയായി മാറി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ. അതായത് ഒരു ഷിയാ മുസ്ലിങ്ങളുടെ ഒരു ആരാധനാ സമ്പ്രദായത്തിൽ നിന്ന് തീർത്തും അത് ഹൈന്ദവാചാരങ്ങളിലേക്ക് മാറി. അതിന്റെ പേരിലാണ് അവിടെ ഒരു ഫത്വ ഇറക്കേണ്ടി വന്നതാണെന്ന് പറയപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പത്തില് ആലാമി എന്നൊരു ആള് ഒരു വാണിയം വീട്ടിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയാം. അപ്പൊ അയാളെ വിളിക്കലൻ ആലാമി എന്നാണ്. അപ്പം അന്ന് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചെറിയൊരു കണ്ടൊരു ഇതുണ്ട്, ഈ ലേസലാമോ എന്ന് പറയുന്ന ഒരു പാട്ടും പാടിയിട്ട് ഇങ്ങനെ ഒരു കറുത്ത വേഷം ധരിച്ച് ഒരു പുഷ്പങ്ങളെല്ലാം ധരിച്ചിട്ട് വരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ചരിത്രം ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് ഈ ആലാമി കളി. ആലാമി, അതായത് പുതിയ തലമുറക്ക് അറിയില്ല ഇതിനെപ്പറ്റി, അതുകൊണ്ട് അതിനെപ്പറ്റി അതൊരു വിഷയമായിട്ട് ഞാൻ ഇന്ന് തിരഞ്ഞെടുക്കാൻ കാരണം. തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.